ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ നീക്കത്തിൽ ഇ.ഡി. അന്വേഷണം. കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് ഇ.ഡിക്ക് കൈമാറി. ധർമ്മസ്ഥലയ്ക്കെതിരെ രംഗത്തെത്തിയ 2 NGO-കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇരു സംഘടനകളുടെയും കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ക്രയവിക്രയ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് നോട്ടീസ് നൽകി. ഇരു സംഘടനകൾക്കും ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് വിദേശ പണം എത്തിയെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്താണ് നിർണായകമായ വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്? വിഷ്ണു, ഉടനടി സംവാദ എന്നീ 2 NGO-കൾക്കെതിരെയാണ് ഇപ്പോൾ ഇ.ഡി. നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഈ 2 സംഘടനകളുടെയും പണമിടപാട് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാൻ SBI അടക്കമുള്ള ബാങ്കുകൾക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതായത് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി 2 NGO-കളും വിദേശത്ത് നിന്നും പണം അവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. ഇപ്പോൾ നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ചില യൂട്യൂബർമാരും ഈ സമാനമായ രീതിയിൽ നടപടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും നടക്കുകയാണ്. ഫെമ നിയമപ്രകാരമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ അത് ഈ യൂട്യൂബർമാരുടെ ആണെങ്കിലും അതേപോലെ തന്നെ ഈ 2 NGO-കളുടെ ആണെങ്കിലും 2 വ്യക്തികളുടെയും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ലഭ്യമാക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ബാങ്കുകൾക്ക് ഇ.ഡി. നൽകിയിരിക്കുന്നത്. വിദേശത്ത് നിന്നും കൃത്യമായി പണം ലഭിച്ചു എന്നതിൻ്റെ വിവരങ്ങൾ നേരത്തെ ഇ.ഡിക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഫെമ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് ഇ.ഡി. കടന്നിരിക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.